അപ്പോൾ ഇന്നൊരു സൺഡേ ഫൺഡേ വ്ളോഗാട്ടോ. അപ്പോൾ ഞാൻ എണീക്കാൻ വേണ്ടി ഒരു ഉച്ചരായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി നല്ല ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. സപ്പോസ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ എണീക്കാൻ വേണ്ടി ലേറ്റാവും. അങ്ങനെ ഞാൻ കുറേ നേരം പോയി വായി നോക്കിയിരുന്നു. എൻ്റെ രാവിലത്തെ വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയി. കാരണം കണ്ണ് തുറന്നാൽ പിന്നെ വിശപ്പിൻ്റെ വിളി കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ അവിടെ പോയി എല്ലാം നോക്കിയൊന്ന് ചെക്ക് ചെയ്ത്. ഇപ്പോൾ തലേദിവസം എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ബീഫാണ്, അത് അവിടെ കുക്കറിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ മോൾട്ടിയുടെ മരത്തിനെ വേണ്ടിയിരിക്കുന്നു. കലാബോധമില്ലാത്ത ഞാനിവിടെ കറങ്ങി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഇഡലി അച്ചാറൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും ടി വിയിൽ റൺവേ മൂവി പഴയ പടമൊക്കെ കണ്ടിട്ടിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം തന്നെ ഞാൻ ഓടി എല്ലാം സെറ്റാക്കി ബൂസ്റ്റൊക്കെ കലക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും കറക്റ്റ് സമയത്ത് പരസ്യം വന്നു. ഞാൻ പിന്നെ മഞ്ജു വാര്യരുടെ നല്ല മോട്ടിവേഷൻ സോങ് കണ്ട് ആ ഇഡലി അങ്ങനെ കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞിട്ട് ബീഫ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നൈസായിട്ട് പൊള്ളിയിട്ടുണ്ട്. എന്നാലും ഞാൻ വിട്ടു കൊടുത്തിട്ടില്ല, ആ ബീഫ് ഞാൻ തിന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പണിയെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി പോയി. 5 മിനിറ്റ് പണിയെടുത്ത 1 മണിക്കൂർ റെസ്റ്റ്, അതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓറഞ്ച് എടുത്തിട്ട് 1 മണിക്കൂർ അങ്ങനെ റെസ്റ്റ് എടുത്ത്. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡായിട്ടുണ്ടായിരുന്നു. വേറെ എന്തൊക്കെയൊക്കെ കറി ഉണ്ടായിരുന്നു, പക്ഷേ ഞാനതൊന്നും എടുത്തിട്ടില്ല. ബീഫും കുറച്ച് സവള അരിഞ്ഞിട്ട് ചോറ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ ഇവിടെ കിടന്ന് അഡ്വഞ്ചർസ് കാണിക്കുന്നത്. പിള്ളേർ ചെറിയ സീനൊന്നുമല്ല, പോള എടുത്തിട്ട് പാലുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. നല്ല ആഴമുള്ള തോടാ, പക്ഷേ പിള്ളേർക്കൊന്നും ഒരു വിഷയമില്ല. അങ്ങനെ ഞാൻ നേരെ റെഡിയായിട്ട് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോട്ടെ. അപ്പം ബസ് നോക്കിയിരിക്കുകയാണ്. നമ്മളിങ്ങോട്ടേക്കുള്ള ബസ് നോക്കുമ്പോൾ ബസ് അങ്ങോട്ടേക്ക് പോകും, സ്വാഭാവികം. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവിടെ വായി നോക്കി നിന്നിട്ടും ബസ് വന്നില്ല. പിന്നെ ഒരു ഓട്ടോ വന്ന് നമ്മൾ ഓട്ടോയിൽ കയറി പോകാട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്താട്ടോ വണ്ടാനം ഹോസ്പിറ്റൽ. അങ്ങനെ നേരെ നമ്മളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വാർഡ് 12 വരെ കയറിയപ്പോഴേക്കും ഞങ്ങളുടെ കാല് പണി നിന്ന്. പ്രായം എത്രയായി? 14 വരെത്തിയപ്പോഴും ഞങ്ങൾ ചത്തു. നേരെ ഓടിച്ചിട്ട് അവളെ കട്ടിലേന്ന് മാറ്റിയിട്ട് ഞങ്ങൾ ആ കട്ടിലേൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ട്രിപ്പൊക്കെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ സംഭവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ചായ മേടിക്കാൻ നേരത്ത് ആ ചോറ്റുപാത്രം കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടുത്തെ ലിഫ്റ്റ് കയറിയപ്പോൾ എനിക്ക് മറ്റേ ഫോബിയ വന്നു. ഭയങ്കര ഇടുങ്ങിയിരിക്കുന്ന ലിഫ്റ്റും നിറച്ച ആൾക്കാരും. അങ്ങനെ നമ്മൾ അവളെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ലാൻഡിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് അവളെ പോയി കണ്ട് കുറേ നാളായിട്ടോ ഞങ്ങൾ കണ്ട്. കുറച്ച് നേരം ഞങ്ങൾ എന്നും ഇരുന്ന് പാലത്ത് ദുഷിപ്പറയുന്ന പാലത്തിൽ പോയിരുന്നു. കുറേ നേരം നട്ടരെ മൊത്തം ദുഷിപ്പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോഴേക്കും എൻ്റെ അശ്വതി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പൊറോട്ടയൊക്കെ മേടിച്ചു വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു. ഇവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ എനിക്ക് ഞാൻ നേരെ ആൻറ്റി അടുത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയനും റിപ്പോർട്ട് ഇവൻ എൻ്റെ മിക്ക വ്ളോഗിലും കാണാറില്ല, കാരണം എപ്പോഴും വീട്ടിൽ കാണാറില്ല. അങ്ങനെ ഒരുത്തൻ്റെ അകത്ത് നിന്ന് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നേരെ ചെന്ന് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായാലും ബുക്കും തുറന്ന് വെച്ച് ഫോണിൽ കളിക്കുകയാണ്. അങ്ങനെ ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ആൻറ്റിയുടെ വീട്. ഒരുത്തനെയും കൂടി കണ്ടു. അവൻ എന്തോ കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങായത്. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് 50-50 ബിസ്ക്കറ്റും ചായയും കൂടെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം. അതും എടുത്തിട്ട് കിടക്കുന്നതിന് മുമ്പ് അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ നിന്ന് കുറേ നേരം TV ഒക്കെ ഉണ്ട്, അതും കഴിച്ചു. അപ്പോൾ ബൈ.